ശ്രീ ശ്രീകുമാർ, അങ്ങ് നേരത്തെ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണ്? ഈ പത്രവാർത്തയുമായി ബന്ധപ്പെട്ടാണ് അരുൺകുമാർ പറഞ്ഞത്. നേരത്തെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അടക്കം പുറത്തിറക്കിയതാണ്. ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ കാര്യങ്ങൾ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. ഇപ്പോൾ പത്രത്തിൽ പരസ്യം പലതവണയായി കൊടുക്കുന്നു. പരസ്യത്തിനെതിരെ പറഞ്ഞയാൾ എന്തുകൊണ്ട് ഇന്ന കാര്യങ്ങൾ കൊടുത്തില്ല എന്ന രൂപത്തിൽ വിമർശിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ ശ്രീമതി സ്മൃതി, ഞാൻ പറഞ്ഞത് അരുൺകുമാറിന് മനസ്സിലാകാഞ്ഞിട്ടല്ല. അതായത് ഇവര് പരസ്യം കൊടുക്കുന്നതും പബ്ലിസിറ്റി കൊടുക്കുന്നതും റോഡിൽ വെച്ച ബോർഡുകളെ കുറിച്ചൊക്കെ ഒരുപാട് വിമർശനമുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലെ LDFന്റെ പരസ്യ സ്മൃതി ഏതാ പേപ്പറിൽ കണ്ടത്? കാരണം നേട്ടങ്ങൾ വിവരിക്കണം, നേട്ടങ്ങൾ കൊടുക്കണ്ടേ ആദ്യം. പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിയത് ചർച്ച ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പരസ്യ പ്രചരണം തീരുന്നതിന്റെ തലേന്നാണ്, എന്ന് വെച്ചാൽ ഒരു ദിവസം മുമ്പ്. അതിന് സമയമില്ല, ചർച്ച ചെയ്യാൻ സമയമില്ല. അവിടെ പ്രോഗ്രസ് റിപ്പോർട്ട് ജനം കണ്ടിട്ടില്ല. പ്രോഗ്രസ് റിപ്പോർട്ട് അതൊന്നും നിൽക്കട്ടെ. അതിൽ തന്നെ ഒരു കാര്യം നുണയാണെന്ന് മനസ്സിലായില്ല. പെൻഷനെ കുറിച്ചുള്ളത്, വയനാട് തുരങ്കത്തെ കുറിച്ചുള്ള 2 പൊളിഞ്ഞല്ലോ, 20 ലക്ഷം തൊഴിലിനെ കുറിച്ച് പൊളിഞ്ഞല്ലോ. ഞാനൊന്നും ഇനി പറയുന്നില്ല, ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജനം വോട്ട് ചെയ്ത് കഴിഞ്ഞു, പിന്നെ നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇന്നത്തെ ദിവസത്തെ ട്രെൻഡില് എന്തുകൊണ്ടാണ് CPM വീണുപോയത്? അരുൺകുമാർ പറഞ്ഞല്ലോ ഞങ്ങളുടെ കണക്ക് വരുമെന്ന്. പഴയ കാലമല്ല അരുൺകുമാറെ, CPM കൃത്യമായിട്ട് കണക്ക് തയ്യാറാക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. TK ഗോവിന്ദ മാഷോട് ചോദിച്ചാൽ വ്യക്തമായിട്ട് അറിയാം, കുഞ്ഞികൃഷ്ണനോട് ചോദിച്ചാൽ വ്യക്തമായിട്ട് അറിയാം. ആ കാലം പോയി. ഇന്ന് കണക്ക് തയ്യാറാക്കാൻ പ്രാദേശിക തലത്തിൽ പ്രവർത്തകരില്ല. ഇന്നത്തെ സംസ്ഥാനത്തെ മൊത്തം ബൂത്തുകളിൽ LDF ഉണ്ടായിരുന്ന ഒരു മ്ലാനത ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പത്രങ്ങളും ചാനലും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി അത് കൂടാതെ സ്മൃതി ചോദ്യം ചോദിച്ചല്ലോ തുടക്കത്തില്, ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വിലയിരുത്തല്. പ്രതിപക്ഷത്തെയാണ് ജനം വിലയിരുത്തിയത് ഈ തെരഞ്ഞെടുപ്പില്. അത് നോക്കൂ, 10 വർഷം പ്രതിപക്ഷം ഒരു ഗവൺമെന്റിനെ വിമർശിച്ചുകൊണ്ടിരിക്കുക. ശരി, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ആ പ്രതിപക്ഷത്തെ വിലയിരുത്തിയിട്ടാണ് ഇന്ന് വോട്ട് ചെയ്തത്. അതാണ് ഞാൻ ട്രെൻഡ് എന്ന് പറയുന്നത്. ആ പ്രതിപക്ഷം കൊണ്ടുവന്ന 3 ദിവസമായിട്ട് പത്രങ്ങളിൽ കൊടുത്ത അവരുടെ ഗ്യാരണ്ടി, അവരുടെ മാനിഫെസ്റ്റോ, ഇതാണ് ചർച്ച ചെയ്തത് ജനം. ആ ചർച്ച ചെയ്യാൻ അവസരമുണ്ടായി. 3 ദിവസം അവസരമുണ്ടായി. ഇന്നലെ കൃത്യമായിട്ട് അവസരമുണ്ടായി. നിങ്ങൾ എന്താണ് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യത്തിന് കുറെ ഉത്തരം പറഞ്ഞല്ലോ. സ്വർണം കൊള്ള ചെയ്യാൻ ആരുണ്ട്, അങ്ങനെയൊക്കെ എല്ലാം ചർച്ച ചെയ്തു. അപ്പൊ വിലയിരുത്തിയത് ഭരണപക്ഷത്തെ അല്ല, വിലയിരുത്തിയത് പ്രതിപക്ഷത്തെയാണ്, ഗ്യാരണ്ടിയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രതിപക്ഷത്തെ നയിച്ച VD സതീശൻ അവസാന കാലത്ത് കൊണ്ടുവന്ന നിലപാടുകളാണ്. ഇവരുടെ പാർട്ടി ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ ഇവരെ തിരിഞ്ഞുകുത്തും. SDPI ബന്ധം, BJP ബന്ധം, ഇതെല്ലാം തിരിഞ്ഞു കുത്തില്ലേ? ഇതൊക്കെ നമുക്ക് മാറ്റി പറയാൻ പറ്റുമോ? അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പൊ കോൺഗ്രസിലും ഇനിയിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസിൽ പ്രശ്നം ഉണ്ടായില്ല എന്ന് ചോദിച്ചാൽ കോൺഗ്രസിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഏത് പാർട്ടിയിലും ഉണ്ടാകും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാല്. പക്ഷെ CPM ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ അറിയോ? അവരുടെ നിലപാടും നയവും വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചു. എന്നിട്ട് ആ ദിവസം, ആ വോട്ടെടുപ്പ് ദിവസം പറയാണ്, പിഴയുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണേ പ്രിയപ്പെട്ട ജനമേ എന്ന്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അതേ ചർച്ച ചെയ്യുന്നുള്ളൂ. ഇന്നത്തെ പത്രത്തിലെ പരസ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവും, അരുൺകുമാർ മനസ്സിലാവും. നമ്മൾ സാധാരണ സ്കൂളിലത്തെ ഹെഡ് മാസ്റ്റർമാർക്ക് യാത്രയപ്പ് കൊടുക്കാറില്ലേ? ഒരു പൂവൊക്കെ പിടിച്ചിട്ട് ബൊക്കെയൊക്കെ പിടിച്ചിട്ട് ഇരിക്കുക. അപ്പൊ യാത്രയപ്പ് ബൈ ബൈ ടാറ്റ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.